നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമുക്കിന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, മനസ്സുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി തൻ്റെ വിഷമം ആരുമായി പങ്കിടാതെ, ആരോടും തുറന്ന് സംസാരിക്കാതെ വളരെയധികം അടച്ചാക്കപ്പെട്ട രീതിയിൽ, ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നു. സ്വന്തമായി ഒറ്റക്ക് വേദനിക്കുവാൻ തയ്യാറല്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത്, ആ ബുദ്ധിമുട്ടുകളുടെ നല്ല രീതിയിലുള്ള ശക്തി, ഊർജം കുറക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വ്യക്തി ഇത്രയും കാലം വിചാരിച്ചത് നിങ്ങളെയും കൂടി എന്തിനാണ് വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മുൻകൈ എടുത്ത് ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എല്ലാം ശരിയാകുമ്പോൾ ശരിയാകട്ടെ, അല്ലെങ്കിൽ ശരിയാവുകയാണെങ്കിൽ ശരിയാകട്ടെ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിനും തൻ്റെതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഹാർഡ് വർക്കോ എഫേർട്ടോ ഇടുവാൻ ഈ വ്യക്തി തയ്യാറല്ല. സ്വന്തമായി തന്നെ ഒരു ആശയക്കുഴപ്പത്തിൽ ഇരിക്കുക, അത്തരം ചിന്താഗതിയും സ്വഭാവ രീതിയുമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശക്തമേറിയ പോരാട്ടത്തിനും മാറ്റത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് വന്നെത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയെങ്കിലും ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ പ്രണയബന്ധം ഇങ്ങനെ വഴിയാധാരായി പോകും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ഇല്ലാതെയായി പോകും എന്നുള്ള പേടി ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട കൃത്യസമയത്ത് കൃത്യമായ വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ സാന്നിധ്യത്തിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. പക്ഷെ പലപ്പോഴും ഈ വ്യക്തി സെൽഫിഷ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളിലേക്കും മാത്രമാണ് ഈ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവിടെ പലപ്പോഴും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതോ സംതൃപ്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി വഴിമാറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്തെന്നാൽ സ്വന്തം കാര്യങ്ങൾ മാത്രം വൃത്തിയായിട്ടിരിക്കണം, കൃത്യമായിരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. സ്വന്തം മനസ്സ് എപ്പോഴും സംതൃപ്തിപ്പെട്ട് ഇരിക്കണം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് നിർത്തി നിങ്ങളെയും കൂടി ഈ വ്യക്തിയുടെ ചിന്തകളിലേക്കും തീരുമാനങ്ങളിലേക്കും കൂട്ടിച്ചേർക്കുവാനായി ആഗ്രഹിക്കുന്നു. അതെന്തെന്നാൽ നിങ്ങളുടെ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം ഈ വ്യക്തി നൽകിയിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് പല സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ വ്യക്തി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ, അതായത് സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി ഒറ്റക്ക് തന്നെ അനുഭവിച്ചു തീർക്കുന്നു. ഈ വ്യക്തിയുടെ അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി അധികം മിണ്ടുന്നതും അല്ലെങ്കിൽ കണക്ഷൻ യാതൊരു തരത്തിലും ഇല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം പോലും മര്യാദക്ക് പരിപൂർണതയിലേക്ക് എത്തിക്കാതെ ഈ വ്യക്തി മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു രീതിയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. നിങ്ങളുമായി മനസ്സ് ഇരുത്തി തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇത് ഒരു ഉപദേശമായിട്ട് ഈ വ്യക്തിക്ക് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തതാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അറിവിൽ നിന്നും ഈ വ്യക്തി ഊഹിച്ചെടുത്ത് മനസ്സിലാക്കിയതും ആകാം. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയെല്ലാം പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
പുതിയ സ്ഥലത്തേക്ക് വഴിമാറി പോകുന്നതായും നമുക്കിവിടെ കാണാം. അതായത് സാമ്പത്തികപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി സ്ഥലം മാറി പോകുന്നതായിട്ടും വേറെ സാഹചര്യത്തിലേക്കും വ്യക്തികളിലേക്കും വഴിമാറി പോകുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തിച്ചേർന്നിരിക്കുന്നത്. കൺഫ്യൂഷൻസ് യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല. സാഹചര്യങ്ങളുടെ വ്യക്തതയില്ലായ്മയും ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും നിശബ്ദമായിട്ടിരിക്കുന്നു. അതും ഈ വ്യക്തിയെ വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരുപാട് നിഗൂഢതകളും അതുപോലെ മറച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അത് പലവരുമായി ഈ വ്യക്തി ചർച്ച ചെയ്യുന്നതായി നമുക്കിവിടെ കാണാം. പക്ഷേ നിങ്ങളുമായിട്ട് ഇതുവരെയും ഈ വ്യക്തിയുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാനും നിങ്ങളുമായിട്ട് എന്നേക്കുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വന്നു ചേരാനും ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല. ഈ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളും ഇതിലേക്കാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ചിന്തകൾ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി പലപ്പോഴും കമാൻഡിങ് ആയിരുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് എപ്പോഴും തീർച്ചയായിട്ടും ആജ്ഞാപിക്കുന്ന രീതിയിലായിരുന്നു ഈ വ്യക്തി പെരുമാറിയിരുന്നത്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അത് നിങ്ങളെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഏതൊരു മനുഷ്യനും വേണ്ടത് അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതെല്ലാ തലങ്ങളിലും വേണം. അപ്പോൾ ഈ വ്യക്തി സ്വന്തമായിട്ട് തന്നെ അത് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രൂപമാറ്റത്തിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾക്ക് വേറെയും കണക്ഷൻസ് ലഭിക്കും. അതായത് ഈ വ്യക്തി മര്യാദക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ വഴി മാറിപ്പോകും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വ്യക്തിയെ സ്വീകരിക്കും എന്നുള്ള ഒരു ചിന്തയും ടെൻഷനും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കകൾ നിറഞ്ഞും പേടി സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാത്ത സാഹചര്യങ്ങളും വളരെ പേടിച്ച് ഞെട്ടിയെണീക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ ഈ വ്യക്തി വരുന്നുണ്ട്. ഇത്രയും കാലം പേടി എന്നൊരു കാര്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഈ വ്യക്തിയെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ വ്യക്തിക്ക് ഒരു അഹങ്കാരമായ ചിന്തയായിരുന്നു നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമെന്നും ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ തള്ളിപ്പറയില്ല എന്നുമൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നാലും ഒരു പരിധിവരെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വ്യക്തിയെ സഹിച്ചുവെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ, ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നു പോയപ്പോൾ നിങ്ങളും ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് ഈ വ്യക്തിയുടെ ചിന്തകളും പ്രതീക്ഷകളും എല്ലാം തകിടം മറിഞ്ഞു തുടങ്ങിയത്. എവിടെയാണ് ഈ വ്യക്തിക്ക് പിഴച്ചു പോയത്, തെറ്റിപ്പോയത് എന്ന് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ഇനിയും മനസ്സിലാക്കാനും അതൊരു പാഠം പോലെ പഠിക്കുവാനും കിടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിലേക്കും ഈ വ്യക്തിയുടെ എല്ലാവിധ നോട്ടങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യക്ഷമതയും ബുദ്ധിയും അതുപോലെ ഈ വ്യക്തിയോടുള്ള എന്തെന്നില്ലാത്ത സ്നേഹവും തന്നെയാണ്. പക്ഷെ ഈ വ്യക്തി അത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റക്കാണിരിക്കുന്നത്. ഈ ഒറ്റയ്ക്കിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സമർപ്പണ ബോധത്തോടു കൂടിയാണ് ഈ വ്യക്തിയുടെ കൂടെ നിന്നിരുന്നത്. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ആ ഒരു ആശങ്കകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ, അതൊക്കെ ഈ വ്യക്തി വളരെ സന്തോഷത്തോടെയും ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയുമാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അത് ഓരോന്നോരോന്നായി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷെ മറ്റു പലവർക്കും പ്രാധാന്യം കൊടുത്തതുകൊണ്ടും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ പലതും തെറ്റിത്തുടങ്ങിയത്. അപ്പോഴാണ് നിങ്ങളുമായിട്ടും നല്ല രീതിയിൽ തന്നെ അകൽച്ചയിലേക്ക് ഈ വ്യക്തി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തീർത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പോരായ്മകളെല്ലാം തന്നെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് മനസ്സിലാക്കി അടുത്ത തവണ നല്ല രീതിയിൽ തന്നെ വിജയിക്കാൻ ഒരു തക്കതായ തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ മാലാഖമാർ പറയുന്നത് പോലും നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഈ വ്യക്തിയുമായി മനസ്സ് തുറന്ന് നന്നായി സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതിലൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം സ്വന്തമായിട്ടുള്ള ഒരു ജീവിതം, സ്വന്തം തീരുമാനങ്ങൾ അങ്ങനെയൊന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. വളരെയധികം സെൽഫിഷ് കാണിക്കുക, തന്നിഷ്ടം കാണിക്കുക, മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ ജീവിതം നോക്കുക, ഇതൊക്കെയായിരുന്നു ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നിങ്ങളുടെ കാമുകനോ കാമുകിയോ ഭർത്താവോ ഭാര്യയോ ഏത് തരത്തിലുള്ള ബന്ധവുമാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കെയർലെസ്നെസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങളിലേക്ക് തന്നെയുള്ള തിരിഞ്ഞു നോട്ടമാണ്. അതും സാധാരണ രീതിയിലല്ല, നിങ്ങളിലേക്ക് മാത്രമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ പ്രാധാന്യം അത്രയും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.